എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ഔട്ടിംഗ് വീഡിയോ ആണ്. ഔട്ടിംഗ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എൻജുവിൻ്റെ ഏബിളിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു. അവർക്ക് പീരിയോഡിക് ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു. അതിനുള്ള മാർക്ക് കാണാനും മാർക്ക് ഷീറ്റൊക്കെ മേടിക്കാനും വേണ്ടി പോയതായിരുന്നു. ക്ലാസ് ടീച്ചേഴ്സിനെയും അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയിട്ട് ഞങ്ങളാണെങ്കിൽ പിന്നെ ഷോപ്പിങ്ങിനോട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം കൂടെ ഉള്ള ഒരു വീഡിയോ ആണ്. ഏബലാണെങ്കിൽ ഇങ്ങനെ കടയിൽ കയറണം, ഷോപ്പിൽ കയറണം, അവൻ ടോയ്സൊക്കെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഷോപ്പിൽ ഒരുപാട് വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, കാരണം വീക്കെൻഡ് ആയിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഇത് വീഡിയോ എടുത്തുകൊണ്ട് നടക്കുമ്പോഴത്തേന് മറ്റുള്ളവർക്കൊരു ഡിസ്റ്റർബൻസ് ആവുമല്ലോ, അത് കാരണം കൊണ്ട് അങ്ങനെ ഞാൻ ചെയ്തില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാനും പിന്നെ ഏബലും കൂടാണെങ്കിൽ കാറിലിരുന്ന് കഴിഞ്ഞപ്പം ഞാനും ഏഞ്ചും കൂടെ കടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. കുറച്ച് സാധനം കണ്ട് ജസ്റ്റ് മേടിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. അപ്പോൾ അവർ ജസ്റ്റ് എന്തോ നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അവരിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്ലോ മോഷനിലിട്ട് കൊടുത്തതാണ്. അപ്പം അവർ രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ചൂടുള്ള സമയമാണ്, അത് കാരണം കൊണ്ട് ഒരുപാട് പുറത്തിറങ്ങി ഇങ്ങനെ കറങ്ങാനൊന്നും ഭയങ്കര പാടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് എന്നാൽ പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ സമയത്താണ് എൻജുവിനും ഏബലിനും ആണെങ്കിൽ ഐസ്ക്രീം കഴിക്കണമെന്ന് പറയുന്നത് ഭയങ്കര വാശിയായിരുന്നു. ആ സമയത്ത് അന്നേരം ഓൾറെഡി ഇവർക്കാണെങ്കിൽ ചുമയൊക്കെ ഉള്ളത് കൊണ്ട്, പിന്നെ അത് മാത്രമല്ല ഞങ്ങൾക്കാണെങ്കിലും ചുമയുടെ ആണെങ്കിൽ കുറേ ദിവസങ്ങളായിട്ട് കണ്ടിന്യൂ ചുമയായിട്ടൊക്കെ നിൽക്കുകയാണ്. വീണ്ടും ഈ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും പനി ചുമ ഒക്കെ പറഞ്ഞുകൊണ്ട് കൂടും. അത് കാരണം കൊണ്ട് ഐസ്ക്രീം വേണ്ട, നമുക്കെന്നാൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്നാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഒരു സമാധാനത്തിൽ എൻജോയബിളൊക്കെ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് ഹോട്ടലിലോട്ട് പോകാം. അപ്പോൾ ഒത്തിരി ദൂരമൊന്നുമില്ല, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്നിടത്തു നിന്ന് നമ്മുടെ വീട്ടിലോട്ട് എത്താൻ വേണ്ടി. പിന്നെ ഹോട്ടലാണെങ്കിലും നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ്. പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം ട്രാഫിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് സമയം കൂടുതലെടുത്തു. പിന്നെ പിറ്റേ ദിവസം നമുക്കും ഓഫ് ആയതുകൊണ്ട് കുറച്ച് സമയം എടുത്തെന്ന് പറഞ്ഞാലും കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ അപ്പോൾ ഞങ്ങളിരുന്നു. പിന്നെ മക്കൾക്കാണെങ്കിലും അവർക്കും പിന്നെ പിറ്റേ ദിവസം സ്കൂളിൽ പോകണ്ടായല്ലോ, അത് കാരണം കൊണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞിട്ട് ഫുഡിന് പറഞ്ഞിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ എൻജു ആണെങ്കിൽ ബാക്ക് സൈഡെല്ലാം ഇങ്ങനെ നോക്കിയാണ് അവൾ ഇരിക്കുന്നതിൻ്റെ, കാരണം അവിടെ ഏതാണ്ടൊക്കെ ബേസ് ബോർഡ് ഏതാണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഈ ഹോട്ടലിൽ കയറുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് അവൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവളുടെയിലായിരുന്നു ഫോൺ ഇരുന്നത്. അപ്പോൾ അവളാണ് ആ ഒരു വീഡിയോ ഒക്കെ എടുത്തത്. ഏബലാണെങ്കിൽ തലയൊക്കെ ചൊറിഞ്ഞ് എന്തൊക്കെയോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടിരിപ്പുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഹായ് ഒക്കെ കാണിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻജുവിൻ്റെ കയ്യിൽ കണ്ടോ, അവളാണെങ്കിൽ മെഹന്തിയൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ്, തന്നെത്താനെ ചെയ്തതാണ്. അപ്പോൾ കണ്ട അവൾ കാണിക്കുന്ന തന്നെ കുത്തിയിരുന്ന് ചെയ്തതാണ്, ആരും ഹെൽപ്പൊന്നും ചെയ്തില്ല. ഇഷ്ടമാണ് ഇങ്ങനെ മെഹന്തിയൊക്കെ ഇടാൻ വേണ്ടി. അപ്പോൾ ഇവൾ ഷോപ്പിങ്ങിന് പോയെന്ന് പറഞ്ഞാൽ അവൾ തപ്പുന്നത് ഇതുപോലെ മെഹന്തി ഇടാനുള്ളത്, പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ കളർ അടിക്കാനുള്ള, പിന്നെ പെയിൻറ്റിങ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ക്യാൻവാസ് അല്ലെങ്കിൽ കളറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആൾ തപ്പി എടുക്കുന്നത്. അല്ലാതെ ടോയ്സ് കാര്യങ്ങൾ അതിനോടൊന്നും വലിയ താല്പര്യമില്ല. എന്നാൽ അത്യാവശ്യം വേണം താനും. ഏബലാണെങ്കിൽ പിന്നെ അവന് ടോയ്സാണ് ഇഷ്ടം. ടോയ്സിലാണെങ്കിൽ കാറ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതാണ് അവൻ കൂടുതൽ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു. അപ്പോൾ ഈ ഫുഡ് വന്നു കഴിഞ്ഞിട്ട് ആ സമയത്ത് ഫുഡൊക്കെ ഇതിപ്പോൾ ഫുഡ് കഴിച്ച് കഴിയാറായപ്പോൾ ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ കപ്പ ബിരിയാണിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കപ്പ ചിക്കനും ഉണ്ടായിരുന്നു, ബീഫും ഉണ്ടായിരുന്നു. ബീഫ് കപ്പ ബിരിയാണി എന്ന് പറിച്ചിലേ ഉള്ളൂ. അതിനകത്ത് രണ്ട് പീസ് ബീഫായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പപ്സ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പപ്സിൻ്റെ ഷീറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു.
അപ്പോൾ അതിൽ മുട്ട വെച്ചിട്ടാണ് ഞാൻ പപ്സ് റെഡിയാക്കിയത്. മുട്ട നമ്മൾ ഒരു പീസ് ഇങ്ങനെ മുറിച്ച് വെച്ചേക്കുമല്ലായിരുന്നു. 3 മുട്ട പുഴുങ്ങിയിട്ട് ആ മുട്ട ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മസാലയായിട്ട് റെഡിയാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതിൽ നന്നായിട്ടൊന്ന് എണ്ണയിൽ വഴറ്റിയെടുത്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതാണ്. അതിലോട്ട് നമ്മൾ ഈ മുട്ട പീസാക്കിയത് മുറിച്ചിട്ട് കൊടുത്തു. അങ്ങനെയാണ് മസാല റെഡിയാക്കിയത്. അതങ്ങനെ നമ്മൾ പപ്സിൻ്റെ ഷീറ്റിൽ വെച്ച് കൊടുത്തിട്ട് അതിൽ ഞാൻ എയർ ഫ്രയറിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും എണ്ണ യൂസ് ചെയ്യുന്നില്ല. മസാല റെഡിയാക്കുന്ന സമയത്തും ഈ സവാള വഴറ്റുന്ന സമയത്തും കുറച്ച് എണ്ണയാണ് ഒഴിച്ചത്. ജസ്റ്റ് അതൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയുള്ള എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു മുട്ട നല്ലതായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പപ്സ് ഷീറ്റിൻ്റെ മുകളിൽ നമുക്ക് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇത് നമ്മൾ എന്നിട്ട് ഒരു 20 മിനിറ്റാണ് ടോട്ടൽ ഞാൻ വെച്ചിരുന്നത് ഇതൊന്ന് വേകാൻ വേണ്ടി. അപ്പോൾ ഓൾറെഡി നമ്മുടെ മസാലയൊക്കെ വെന്തതാണ്. ഈ ഷീറ്റ് മാത്രം ഒന്ന് വെന്ത് കിട്ടി വെച്ചാൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് മറിച്ചിട്ട് കൊടുത്തായിരുന്നു. മറിച്ചിട്ട് കൊടുത്തപ്പോഴും ഇതുപോലെ തന്നെ മുട്ടയാണെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പപ്സും ചായയൊക്കെ കൂടെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നതിനെക്കാട്ടി ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ പപ്സ് ഷീറ്റ് ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഈ ഗോതമ്പ് കൊണ്ടൊക്കെ ആണെങ്കിലും നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് റെഡിയാക്കാവുന്നേ ഉള്ളൂ. നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് ഏബലിനാണെങ്കിൽ OBBSൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ആക്ഷൻ സോങ്ങിന് സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാറില്ല, മാമായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ ഞങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്